എന്താണ് സീസ് ഫയർ? സീസ് ഫയർ എന്നത് ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുന്ന രണ്ട് രാജ്യങ്ങൾ അല്ലെങ്കിൽ സംഘങ്ങൾ തമ്മിൽ താൽക്കാലികമായി വെടിവെപ്പ് നിർത്തൽ എന്നതാണ്. അതായത് യുദ്ധം പൂർണ്ണമായി അവസാനിച്ചതല്ല, പക്ഷേ ഒരു സമയത്തേക്ക് പോരാട്ടം നിർത്തിവെക്കാൻ ഇരുപക്ഷവും സമ്മതിക്കുന്ന ഒരു അവസ്ഥ. ഇത് പീസ് എഗ്രിമെന്റ്, അതായത് ശാശ്വത സമാധാനം അല്ല, മറിച്ചൊരു പോസ് പോലെയാണ്. സീസ് ഫയർ പല കാരണങ്ങൾക്കായി ഉണ്ടാകാം. ചിലപ്പോൾ മനുഷ്യാവകാശ സഹായങ്ങൾ എത്തിക്കാൻ, ചിലപ്പോൾ ചർച്ചകൾ നടത്താൻ, അല്ലെങ്കിൽ ഇന്റർനാഷണൽ പ്രഷർ കാരണം. യുണൈറ്റഡ് നേഷൻസ് പോലുള്ള സംഘടനകൾ പലപ്പോഴും സീസ് ഫയർ നടപ്പാക്കാൻ ഇടപെടും. ഇപ്പോൾ ലോകത്ത് നടക്കുന്ന പല യുദ്ധങ്ങളിലും സീസ് ഫയർ എന്ന വാക്ക് നമ്മൾ ഫ്രീക്വന്റ്ലി കേൾക്കുന്നു. ഉദാഹരണത്തിന് ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റ് പോലുള്ള പല സാഹചര്യങ്ങളിൽ നമ്മൾ ടെമ്പററി സീസ് ഫയർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ ലക്ഷ്യം സിവിലിയൻ കാഷ്വാലിറ്റീസ് കുറയ്ക്കുകയും ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് എത്തിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ പലപ്പോഴും ഈ സീസ് ഫയർ പൂർണ്ണമായി നിലനിൽക്കാറില്ല. ചില മണിക്കൂറുകൾക്കോ ദിവസങ്ങൾക്കോ ശേഷം വീണ്ടും സംഘർഷം തുടങ്ങാറുണ്ട്. സീസ് ഫയർ ഉണ്ടാകുമ്പോൾ എന്തെല്ലാം സംഭവിക്കും എന്ന് നോക്കാം. ആദ്യം ഇരുപക്ഷവും തങ്ങളുടെ ആക്രമണങ്ങൾ നിർത്തും. എയർ സ്ട്രൈക്ക്, ഗ്രൗണ്ട് അറ്റാക്സ്, മിസൈൽ ഫയറിംഗ് എല്ലാം പോസ് ചെയ്യും. പിന്നെ റെഡ് ക്രോസ് പോലുള്ള ഹ്യൂമാനിറ്റേറിയൻ ടീംസ് ഇഞ്ചേർഡായ ആളുകളെ സഹായിക്കാനായി എത്തും. അതുപോലെ ഫുഡ്, വാട്ടർ, മെഡിക്കൽ സപ്ലൈസ് എന്നിവ അഫക്റ്റഡ് ഏരിയകളിലേക്ക് എത്തിക്കും. പലപ്പോഴും പ്രിസണേഴ്സ് എക്സ്ചേഞ്ച്, പീസ് ടോക്സ് എന്നിവയും ഇതോടൊപ്പം നടക്കും. പക്ഷേ സീസ് ഫയർ ഒരു ഫ്രജൈൽ സിറ്റുവേഷൻ ആണ്. വിശ്വാസമില്ലെങ്കിൽ ഇത് ഈസിലി ബ്രേക്ക് ചെയ്യാം. ഒരു ഭാഗം ചെറിയ അറ്റാക്ക് ചെയ്താൽ പോലും മുഴുവൻ സീസ് ഫയറും കൊളാപ്സ് ആകാം. അതുകൊണ്ടാണ് ഇന്റർനാഷണൽ മീഡിയേറ്റേഴ്സ് എല്ലായ്പ്പോഴും മോണിറ്റർ നടത്തുന്നത്. ഇപ്പോൾ നടക്കുന്ന മോഡേൺ വാർസിൽ ഡ്രോൺസ്, മിസൈൽ, സൈബർ അറ്റാക്സ് എല്ലാം ഉപയോഗിക്കുന്നതിനാൽ സീസ് ഫയർ കൂടുതൽ കോംപ്ലക്സ് ആയി മാറിയിട്ടുണ്ട്. കാരണം ഫിസിക്കൽ അറ്റാക്സ് മാത്രമല്ല, ഡിജിറ്റൽ വാർഫെയർ പോലും നടക്കുന്നു. സാരാംശമായി പറഞ്ഞാൽ സീസ് ഫയർ എന്നത് യുദ്ധം അവസാനിച്ചതല്ല, മറിച്ച് യുദ്ധത്തിനുള്ളിൽ ഒരു ശ്വാസം എടുക്കുന്ന സമയമാണ്. സമാധാനത്തിലേക്കുള്ള ആദ്യ പടിയാകാം, അല്ലെങ്കിൽ താൽക്കാലികമായുള്ള ഒരു പോസ് മാത്രമായി മാറാം.